നമുക്ക് കാരുണ്യം വേണം, എന്നാൽ നമ്മുടെ അരികിൽ വരുന്നവർക്ക് നമ്മൾ കാരുണ്യം കൊടുക്കാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനും എൻ്റെ ബന്ധുക്കളും എൻ്റെ കുടുംബവും മാത്രം മതി എന്ന് നമ്മൾ ചിന്തിച്ച് ജീവിക്കാതിരിക്കുക. എല്ലാവരിലും മനുഷ്യരെ കാണാൻ, എല്ലാവർക്കും നന്മ ചെയ്യാൻ, കാരുണ്യം കാണിക്കാൻ നമുക്ക് മനസ്സുണ്ടാകും. കാരുണ്യം കാണിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പറമ്പിൽ നീരൊഴുക്കുള്ള ഒരു കിണർ കുഴിക്കുന്ന വ്യക്തിയെ പോലെയാണെന്നാണ് പറയുക. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ നമ്മുടെ കിണറിൽ വെള്ളം വരുന്നത്? നീരൊഴുക്കുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു, അത് നമ്മൾ എടുക്കുന്നതനുസരിച്ച് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. ആ വെള്ളം ഇങ്ങനെ ഓരോ ദിവസം നിറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ആ വെള്ളം കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ ചെന്ന് നോക്കും, അയ്യോ കുറയാണല്ലോ. ഇത് തന്നെയാ കാരുണ്യം കാണിക്കാതിരിക്കുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നീരൊഴുക്കുള്ള ഒരു കിണർ കുഴിക്കുന്ന വ്യക്തിയായിട്ട് നീ മാറട്ടെ. നിന്റെ പറമ്പിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീരൊഴുക്കുകൾ കണ്ടെത്താൻ കാരുണ്യം നിന്നെ സഹായിക്കും. പ്രാർത്ഥിക്കാം.